ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ മാങ്കുത്തല. ആവോലിക്കറി ഇന്നത്തെ റെസിപ്പി അതാണ് കേട്ടോ. സുന്ദരമായിട്ടൊരു ആവോലിക്കറിയാണ്. ആവോലി നമുക്ക് പല രീതിയിൽ വെക്കാം. എങ്ങനെ വെച്ചാലും ആവോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഫേമസ് മീനാണ്. അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വറുത്തതായാലും കറി വെച്ചതായാലും പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് ആവോലി പലതരത്തിലും കറി വയ്ക്കാം. ഞാൻ ഇന്ന് വറുത്തരച്ച ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവോലി കൊണ്ട് പലതരത്തിലും വെക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം കേട്ടോ. കറി വെക്കാനായിട്ട് ഞാനൊരു 200 ഗ്രാം ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 പീസാണ് ഇതിലുള്ളത് കേട്ടോ. കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ കറി വയ്ക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് കൊച്ചുള്ളി, ഒരു 10-25 കൊച്ചുള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൂടാതെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഒരു 1/4 മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ 1/4 മുറി നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചുവന്ന കളറാവണ്ട, ഏകദേശം ഒരു മീഡിയം കളറായാലും മതി. ഞാൻ ഒരു 4-5 ചെറിയ ഉള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഏകദേശം നമ്മുടെ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. തേങ്ങ ഏകദേശം ഈ കളർ മതിയായിട്ടായിരിക്കും. ചെറുതായിട്ടൊന്നുകൂടെ ഒരു 1/2 മിനിറ്റ് കൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം. കാശ്മീരി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും, എരിവും കുറവായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം കേട്ടോ. ഏകദേശം ഇതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുവരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കാൻ ചെറിയ തീ വേണം. അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു. അത് അരച്ചെടുത്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കുന്നു. അടുത്തതായിട്ട് കറി വയ്ക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കടുക്, ഉലുവ ഇത്യാദി സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ചേർത്തത് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുത്താൽ നന്നായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 15ഓളം ഉള്ളി 2ആക്കി മുറുക്കിയതാണത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം കളറായാൽ നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. മീഡിയം കളറായാൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞത് തെറ്റാണ്. നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വഴറ്റി യോജിപ്പിക്കാം. ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക്. ഒന്നുകൂടെ വഴറ്റാം. തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ വഴറ്റിയതിന് ശേഷം സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചാൽ നമുക്ക് തക്കാളിയെല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ആവിയിൽ
ഉടഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അടച്ചു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല രീതിയിലൂടെ വഴന്നു വന്നിട്ടുണ്ട്. ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് പുളിയാണ്. പുളി നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന് വഴറ്റാനൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിലുള്ള പുളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. ഇനി നമുക്ക് പുളി ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ഇനി ഇട്ട് കൊടുക്കാം. ചുടുവെള്ളം ഞാൻ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. കുറച്ച് മത്സ്യമല്ലേ ഉള്ളൂ. ആവോലി ഒരു 200 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് കട്ടിയായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. ഒരുപാട് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ നന്നായിരിക്കില്ല. കട്ടിയായിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. കുറച്ചൊരു തിക്ക് ഗ്രേവി, അങ്ങനെയാണ് ഈ ഇത്തരം മീനുകളൊക്കെ കറി വയ്ക്കേണ്ടത് കേട്ടോ. അത് ഉപ്പ് ലേശം കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ആവോലി എന്ന് പറയുന്ന മീനിന് അധികം വേവില്ല. നിങ്ങൾ ഒരുപാട് നേരം ഈ കറിയിലിട്ട് വേവിച്ചാൽ മീൻ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. പലരും പറയുന്നതൊക്കെ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വേവിക്കാൻ പറ്റും. ഇത് വെറും 5 മിനിറ്റ് വേവിച്ചാൽ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അതിനനുസരിച്ചുള്ള ഗ്രേവി നമുക്ക് വെക്കാൻ പാടുള്ളൂ. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി. അപ്പം നമ്മുടെ നല്ല ഗ്രേവി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മീൻ കണ്ടില്ലേ, മീൻ ഇപ്പം തന്നെ വെന്തിട്ട് ഉടയാറായി. അപ്പോൾ ഇതാണ് ഈ ആവോലിയുടെ പരുവം. ഇനി കറി ഒന്നുകൂടെ ഇരുന്ന് വറ്റാനുണ്ട്. അത് ഇരുന്ന് വറ്റിക്കോളും. നമുക്ക് ഈ പരുവത്തിൽ ഇപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു വറവുണ്ട്. ഇതിപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ്, ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം. സുന്ദരമായ ആവോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മലബാർ സ്റ്റൈലിലുള്ളൊരു ആവോലിക്കറിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്തേ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അതീവ രുചികരമായിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബട്ടൺ അമർത്തി പോകാൻ മറക്കണ്ട. അടുത്ത ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ. ബായ്.